കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി മുടങ്ങിയ സംഭവത്തിൽ നടപടി. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി പുനഃസ്ഥാപിക്കാൻ ആണ് താൽക്കാലിക നടപടി സ്വീകരിച്ചത്. ചികിത്സ വൈകാതിരിക്കാൻ മറ്റിടങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിക്കും. ഉപകരണങ്ങൾ സ്റ്റോക്ക് ഇല്ലാത്തതിനാൽ മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി മുടങ്ങിയിരുന്നു. സംഭവം വാർത്തയായതോടെയാണ് സർക്കാരിന്റെ ഇടപെടൽ. ഇംതിയാസ് കരീമുണ്ട് വിവരങ്ങളുമായി. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഇടപെടലിലൂടെ എന്തൊക്കെയാണ് മാറ്റം കൊണ്ടുവരാൻ സാധിക്കുന്നത്? എന്തൊക്കെയാണ് സർക്കാരിന്റെ നീക്കം, ആരോഗ്യ വകുപ്പിന്റെ നീക്കം? മോത്തി, ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസമാണ് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ആൻജിയോപ്ലാസ്റ്റി മുടങ്ങി രോഗികളൊക്കെ വല്ലാതെ ദുരിതത്തിലായ വാർത്ത മാതൃഭൂമി അടക്കമുള്ള മാധ്യമങ്ങൾ നൽകിയത്. അതിനു പിന്നാലെ ഇപ്പോൾ അതിലൊരു നടപടി, താൽക്കാലിക ആശ്വാസം എന്ന രീതിയിലേക്ക് നടപടി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പൽ തന്നെ ഇതിൽ അറിയിച്ചിരിക്കുന്നത് മറ്റിടങ്ങളിൽ നിന്ന് ചികിത്സ, നേരത്തെ തന്നെ ഈ ചികിത്സയൊക്കെ കാത്തിരിക്കുന്ന ഹൃദ്രോഗികളുണ്ട്, അവരെ വല്ലാണ്ട് മുഷിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മറ്റിടങ്ങളിൽ നിന്ന് ഈ ചികിത്സയ്ക്ക് വേണ്ട ഉപകരണങ്ങൾ, ആൻജിയോപ്ലാസ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള ഉപകരണങ്ങൾ എത്തിക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതുപോലെ ഈ വയർ, ബലൂൺ തുടങ്ങിയ ഉപകരണങ്ങളായിരുന്നു കാര്യമായിട്ട് മെഡിക്കൽ കോളേജിൽ ഇല്ലാതിരുന്നത്. അതിന്റെ ക്ഷാമം നേരിടുന്നുമുണ്ട്. അതോടൊപ്പം തന്നെ ഈ കുടിശ്ശിക പൂർണ്ണമായിട്ടും ഈ വിതരണക്കാർക്ക് കുടിശ്ശിക കൊടുക്കുന്നത് വരെ കാത്തിരിക്കേണ്ട എന്ന നിലപാടിലാണ് മെഡിക്കൽ കോളേജ് അധികൃതരുള്ളത്. അതോടൊപ്പം തന്നെ അവരെ താൽക്കാലികമായി ആശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ആശുപത്രി ഫണ്ടിൽ നിന്ന് ഒരു ചെറിയ വിഹിതമെടുത്ത് ഈ വിതരണക്കാർക്ക് കൊടുക്കാനും തീരുമാനമായിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് മാത്രം 42 കോടി രൂപ ഈ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. അങ്ങനെ കേരളത്തിൽ മൊത്തം നോക്കുമ്പോൾ 156 കോടിയിലധികം രൂപ ഈ വിതരണക്കാർക്ക് കൊടുക്കാനുണ്ട് എന്നുള്ളതാണ് കാര്യം. എന്തായാലും ഈ ഉപകരണം ഒരു താൽക്കാലിക നടപടി മാത്രമാണ്. മറ്റിടങ്ങളിൽ നിന്ന് ഉപകരണങ്ങൾ എത്തിച്ച് അത്യാവശ്യക്കാരായ ആളുകളെ, നേരത്തെ തന്നെ ഇതിന് ചികിത്സക്കൊക്കെ വേണ്ടി തയ്യാറായവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആശ്വാസകരമായ നടപടി എന്ന് മാത്രമേ ഇപ്പോൾ പറയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇത് പൂർണ്ണമായും പരിഹരിക്കണമെങ്കിൽ ഈ കുടിശ്ശികയുടെ പകുതിയെങ്കിലും കൊടുത്ത് വിതരണക്കാരിൽ നിന്ന് സാധനങ്ങൾ, ഉപകരണങ്ങൾ ആശുപത്രിയിൽ എത്തിക്കണം, മെഡിക്കൽ കോളേജിൽ എത്തിക്കണം. എന്നാൽ മാത്രമേ ഒരു പൂർണ്ണമായ ആശ്വാസം എന്നുള്ള രീതിയിലേക്ക് മെഡിക്കൽ കോളേജിന്, അവിടുത്തെ രോഗികൾക്കൊക്കെ എത്താനാകൂ. മൂത്തി.